വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള എല്ലാ നിർദ്ദേശവും സ്വാഗതം ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയ ശേഷമാണ് അന്തിമരൂപം നൽകുന്നത്. ഡിജിറ്റലായും കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ സമയത്ത് ഇത് പരിശോധിച്ചില്ലെന്നാണ് വ്യക്തമാകുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സുരേഷ് ഗോപി വ്യാജരേഖകൾ ഉപയോഗിച്ച് തൃശൂരിൽ വോട്ട് ചേർത്തെന്ന പരാതിയിൽ ഇ.ടി.എൻ. പ്രതാപന്റെ മൊഴിയെടുക്കും. സി.ഇ.ടി. പോലീസ് കമ്മീഷണർക്ക് തിങ്കളാഴ്ച വിവരങ്ങൾ കൈമാറാൻ നോട്ടീസ് നൽകി. സുരേഷ് ഗോപിക്കെതിരെ ഇ.ടി.എൻ. പ്രതാപൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. വ്യാജരെ സത്യവാങ്മൂലം നൽകി വോട്ട് ചേർത്തതിൽ നടപടിയെടുക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം. വോട്ടർ അവകാശ യാത്രയുമായി ജനങ്ങൾക്കിടയിലെത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അടിസ്ഥാനപരമായ ജനാധിപത്യ അവകാശമായ ഒരു വ്യക്തി, ഒരു വോട്ട് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ബീഹാറിൽ ഒപ്പം ചേരൂ എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വോട്ട് മോഷണത്തിനെതിരായ യാത്ര ബീഹാറിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങുന്നുവെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ അറിയിച്ചു. കേവലം തെരഞ്ഞെടുപ്പ് വിഷയമല്ല, ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള വലിയ ദൌത്യമാണ് വോട്ട് മോഷ്ടാക്കളെ തുരത്തുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തില് ഗവർണര് സർക്കാര് പോര് എന്നത് പുതുമയുള്ള വാർത്തയല്ലാതായിട്ട് വർഷം 4 സർക്കാര് ഗവർണര് പോരിന് വഴിവെച്ചതാവട്ടെ സർവകലാശാലകളുടെ ഗവർണറുടെ ചാൻസലർ എന്ന പദവിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ദീർഘകാലമായി നടക്കുന്ന സർക്കാര് ചാൻസലർ പോരാട്ടത്തില് സ്ഥിരം വി.സി. നിയമനം അടക്കമുള്ള വളരെ ഗൌരവമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാതെ പോവുകയാണ്. കേരളത്തിലെ സർവകലാശാലകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നിർദ്ദേശവും ചാൻസലറുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല. രാഷ്ട്രീയാടിസ്ഥാനത്തില് രൂപീകൃതമായ സർവകലാശാല സിൻഡിക്കേറ്റും ഇത്തരം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കാണ് ഇന്നും മുൻഗണന നൽകുന്നത്. പ്രാർത്ഥനയുടെ ഭാഗമായുള്ള ശബ്ദത്തിൽ മിതത്വം വേണമെന്ന് കാന്തപുരം വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസ്ഹരി. ബാങ്ക് ഉൾപ്പെടെയുള്ളവയിൽ മൈക്ക് ഉപയോഗിക്കുമ്പോൾ മിതത്വം വേണം. ബാങ്ക് ഉൾപ്പെടെ പ്രാർത്ഥന മന്ത്രങ്ങൾക്ക് അമിത ശബ്ദം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദിഗർ ആയാലും ബാങ്കുവിളി ആയാലും മിതമായ ശബ്ദത്തിലാവണം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പില് പ്രതികരിക്കാനില്ലെന്ന് നടി ഭാവന. താൻ അമ്മയിലെ അംഗമല്ല, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയില്ലെന്നും ഭാവന പറഞ്ഞു. ഞാൻ അമ്മയിലെ അംഗമല്ല, തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് മറ്റൊരു സാഹചര്യത്തില് പ്രതികരിക്കാം, ഭാവന പറഞ്ഞു. അതേസമയം സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരുമെന്ന് അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേത മേനോന് പറഞ്ഞു. തനിക്കെതിരായ കേസില് ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശ്വേത മേനോന് വ്യക്തമാക്കി. കണ്ണൂർ കുറ്റ്യാട്ടൂരിലെ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് പ്രവീണ മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവാവ് പ്രവീണയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. പ്രവീണ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് തീ കൊളുത്തിയത്. ആക്രമണത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. യുവ നേതാവിനെതിരായ വെളിപ്പെടുത്തലില് കൂടുതൽ പ്രതികരണവുമായി റിനി ആനു ജോർജ്. ആരോപണ വിധേയനായ ആളുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും റിനി ആനു ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തനിക്കെതിരെ നിൽക്കുന്നത് വനശക്തികളാണ്. സമാന അനുഭവം നേരിട്ട പലരും തന്നെ ബന്ധപ്പെട്ടു. മാധ്യമശ്രദ്ധയ്ക്ക് വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതല്ല. എത്ര ആക്രമിച്ചാലും ഈ വ്യക്തി രക്ഷപ്പെടില്ല. എതിരെ നിൽക്കുന്നത് വനശക്തികളാണ്. ഇതൊന്നും ഒരു തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കല്ല. ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് റിനിയുടെ പ്രതികരണം. ഗാസയെ പൂർണ്ണമായി കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സേനയിലെ അംഗബലം കൂട്ടാൻ ഇസ്രയേൽ 50,000 റിസർവ് സൈനികരെ സൈന്യത്തിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി. ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകളെന്നതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഇത്. അതേസമയം ഗാസ കീഴടക്കലിനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രയേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരായ ആരോപണങ്ങളിൽ രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിൽ ആവശ്യം. സംസ്ഥാന കമ്മിറ്റി വാട്സ് ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടത്തുന്നത്. വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു. ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.
രാഹുലിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ടക്കേസ് നൽകട്ടെ എന്ന് ഹണി ഭാസ്കർ, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനു എതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു എന്നും എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നുവെന്ന് ഗമ പറഞ്ഞു എന്നുമാണ് ആരോപണം. രാഹുലിന്റെ കൂട്ടത്തിലുള്ളവര് തന്നെയാണ് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് എന്നും ഹണി ഭാസ്കർ പറയുന്നു.